ഗൈസ്, അപ്പൊ നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ വളരെ സ്പെഷ്യൽ വീഡിയോ ആണ്. എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആണ്. അറിയത്തില്ല എന്താണ്, എനിക്ക് അത്ര സ്പെഷ്യൽ അല്ല, എന്നാലും കുഴപ്പമില്ല. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്റെ ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ വീഡിയോ ആണ്. അപ്പൊ നമ്മള് ഒരുപാട് നാളുകൾക്ക് ഇങ്ങനെ എന്റെ വലിയ ആഗ്രഹമായിരുന്നു. ഇപ്പൊ 4 വർഷമായിരുന്നു ഇങ്ങനെ എഴുതിയിടുമായിരുന്നു, ഇങ്ങനെ ഓരോ ആഗ്രഹങ്ങൾ ഇങ്ങനെ ബോർഡില്. അപ്പൊ ഇങ്ങനെ എഴുതിയിട്ട ആഗ്രഹം ഇന്ന് സാക്ഷാത്കരിക്കുകയാണ്. എന്റെ അവസ്ഥ എന്താവും ഓർത്തിട്ട് അപ്പൊ എന്താണ് ഡ്രീമിനെ കുറിച്ച് പറയൂ. അപ്പൊ ഡ്രീം എന്ന് പറയുന്നത് ഞാനൊരു ബൈക്ക് കുറെ നാളുകൊണ്ട് എടുക്കണം ഇങ്ങനെ വിചാരിച്ചു. അത് ഏത് ബൈക്കാണെന്ന് ഇപ്പൊ റിവീൽ ചെയ്യുന്നുണ്ടോ സർ? ഇല്ല, അതെ, പിന്നെ നമുക്ക് കാണിച്ചു കൊടുക്കാം. നമുക്ക് പിന്നെ ബൈക്ക് എടുക്കാൻ പോവാന്ന് ആദ്യം പറഞ്ഞപ്പോഴേ വീട്ടിൽ പറഞ്ഞത് എനിക്ക് ഭ്രാന്താണെന്നാണ്. അതെനിക്ക് പണ്ടേ സംശയമുണ്ട്. ഓക്കെ, അപ്പൊ എന്നിട്ട് അങ്ങനെ ഫൈനലി എടുക്കാൻ പോവുകയാണല്ലേ സാർ? ബൈക്കാണ് നമ്മള് ബൈക്ക് എടുക്കാൻ വേണ്ടി പോവാണ്. അതെ, കുറെ കടമ്പകളും കുറെ തടസ്സങ്ങളും എല്ലാം. തടസ്സം എന്നൊക്കെ പറഞ്ഞാൽ ഈ 2 ആഴ്ചക്ക് മുമ്പ് പൈസ എല്ലാം കൊടുത്ത് സെറ്റിൽ ചെയ്തതാ. അന്നേരം മറ്റേ മെയ്ദിനൊക്കെ ആയിരുന്നു. അന്നേരം പിന്നെ വണ്ടി ഡെലിവറി ചെയ്യാൻ പിന്നെ താമസിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ വണ്ടി അവിടെ കണ്ട് കുടുങ്ങി കിടക്കാന്നൊക്കെ പറഞ്ഞു. അങ്ങനെയും പറയാം 2 ആഴ്ച പോയി. പിന്നെ വന്നപ്പോ കറുത്ത വാവ്, വെളുത്ത വാവ്, ഇല്ലാത്ത വാവുകളൊന്നും ഇല്ല. അങ്ങനെ അവസാനം നല്ലൊരു മുഹൂർത്തത്തിൽ എടുക്കാൻ പോവുകയാണ് ഗൈസ്. ദൈവം അനുഗ്രഹിച്ച് അങ്ങനെ ദീർഘനാളത്തേക്ക് കിട്ടിയതിന്റെ ആഗ്രഹം സാക്ഷാത്കരിക്കാൻ പോവുകയാണ്. അപ്പോ ഏത് വണ്ടിയാണ്, എന്താണ്, എങ്ങനെയാണ് എന്നൊക്കെ നമ്മള് അവിടെ ചെന്നിട്ട് കാണിക്കാം. നമ്മളിപ്പം ഷോറൂമിലോട്ട് പോവാൻ പോവാണ്. ഓട്ടോ ബുക്ക് ചെയ്തിട്ടുണ്ട്, ഓട്ടോയ്ക്ക് വരും. യെസ്, ഓട്ടോയ്ക്ക് നമ്മൾ അവിടെ ചെന്നിറങ്ങും. അവിടെ നമ്മൾ തിരിച്ച് രാജകീയമായി ഇങ്ങനെ വരും. ഞാൻ എങ്ങനെയാവും എന്റെ ദൈവമേ, കുതിരപ്പുറത്തിരിക്കുന്നത് പോലെ മിക്കവാറും ഞാൻ തെറിച്ച് എവിടെയെങ്കിലും വീഴും. അപ്പൊ ബാക്കി ഇനി നമ്മൾ 3 റെഡി ആയിട്ട് ഇരിക്കുവാണ്. അപ്പൊ നമ്മൾ ഇനി ഇറങ്ങാൻ പോവാണ്. ഇനി അവിടെ ചെന്നിട്ട് ബാക്കി കാര്യങ്ങൾ കഴിക്കും. ഓക്കെ, നമ്മുടെ ഷോറൂം എത്താറായിട്ടുണ്ട്. ഷോറൂമിൻ്റെ വാതിക്കലായി. ഭയങ്കര ചൂടാണ് ഇപ്പോൾ കാലാവസ്ഥ. നമ്മൾ ഉച്ചയ്ക്കാണ് ബൈക്ക് എടുക്കാനായിട്ട് പോയത്. അപ്പോൾ ഇതാണ് ടി വി എസിൻ്റെ ഷോറൂം ഇവിടുത്തെ. അപ്പോൾ നമ്മൾ ഇവിടെ നിർത്തിയിട്ട് ഇപ്പോൾ വാങ്ങാനായിട്ട് പോവാണ്. ബൈക്കൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഷോറൂമിൻ്റെ അകം. നമ്മൾ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്തു. അവരെടുത്ത് ഫ്രണ്ടിൽ വെക്കണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. എനിക്ക് ഈ മഞ്ഞക്കാരാണോ അല്ല മഞ്ഞ സ്കൂട്ടറാണോ ഇഷ്ടപ്പെട്ടത്? അതാണ് ഇഷ്ടപ്പെട്ടത്. वो लड़की बैठी है ना वहाँ पे, 1 मिनट वहाँ पे അപ്പോൾ അതേ ബൈക്കിൻ്റെ ബില്ലും ഇൻഷുറൻസിൻ്റെ പേപ്പറും എല്ലാം അവർ തന്നു. ഇനി നമ്മൾ പോയി ബൈക്ക് എടുത്താൽ മാത്രം മതി. नंबर प्लेट भी लगा दिया, सब कुछ ओके है. गाड़ी कल ही रेडी करके रखा था. बोलो तो बोला था 5:30 बजे आएंगे बोला था. हाँ 5 मिनट में लेकर. हेलो, ये एलईडी वाला मसला क्या थे? അതെ, കാറാണോ? കാറല്ല, ബൈക്ക്. ഓ അതെ, കാറുണ്ടോ? ഇവന്റെ കയ്യെ പിടിക്കുക. അല്ലേ എനിക്കറിയാണോ ഗൈസ്? ഞാൻ വീട് ഗൈസ്, അന്നടയിൽ അടിച്ചു കെട്ടി വീടു. അടിപൊളിയായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. A few moments later. ഇതാണ് നമ്മുടെ വണ്ടി.
അങ്ങനെ നമ്മൾ വീട്ടിലെത്തി വൈകുന്നേരം ആയപ്പോഴത്തേനും നമ്മൾ വണ്ടി പൂജിക്കാനായിട്ട് പോകാൻ റെഡിയായിട്ട് നിൽക്കുവാണ്. വീഡിയോ എടുത്തപ്പം ശരിക്കും ഭയങ്കര കാറ്റായിരുന്നു, അതുകൊണ്ട് പറഞ്ഞതൊന്നും ക്ലിയർ ആയില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഓൺ വോയിസ് കൊടുക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ വണ്ടിയുടെ പുറകിലിരിക്കുന്നവരെയൊക്കെ സമ്മതിക്കണം ഗൈസ്. ഞാനിതിൻ്റെ പുറത്ത് കുതിരപ്പുറത്തിരിക്കുന്നത് പോലെയാണ് ഇരിക്കുന്നത്. ഭയങ്കര കോമഡിയായിരുന്നു. അപ്പോൾ ഇനി അമ്പലത്തിൽ ചെന്നിട്ട് കാണാം കേട്ടോ. ഇടാം. അങ്ങനെ അനുപൻ്റെ വളരെ നാളത്തെ ഒരു വലിയൊരു ആഗ്രഹമാണ് ഇത് ഈ ഇരിക്കുന്നത്. അപ്പം ഞാൻ വന്ന അന്ന് തൊട്ട് ഞാൻ കേൾക്കുന്നതാണ്. ഒരു 4 വർഷമായിട്ട് ഞാനിത് കണ്ടിന്യൂസ് ആയിട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ് ഈ ബൈക്കിൻ്റെ പേര്. അവസാനം ഇത്തവണ നമ്മൾ എന്തായാലും എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എടുത്തു. കുറേ എതിർപ്പുകളൊക്കെ വന്നു, എടുക്കണ്ടെന്നൊക്കെ പലരും പറഞ്ഞു, വീട്ടുകാരൊക്കെ പറഞ്ഞു. എങ്കിലും ലാസ്റ്റ് അനുപൻ്റെ ആഗ്രഹത്തിന് മുന്നിൽ അവരെല്ലാവരും മുട്ടുമടക്കി എന്ന് തന്നെ പറയാം. കാരണം അത്രയും വലിയൊരു സ്വപ്നമായിരുന്നു അനുപനിത്. ശരിക്കും പറഞ്ഞാൽ ഓൾറെഡി ഒരു ബൈക്കുണ്ട്. അപ്പം ഇത് അഹങ്കാരമായിട്ട് തോന്നാം, എങ്കിലും ഒരാളുടെ ഒരു ഡ്രീമാണല്ലോ. അപ്പം നമ്മളത് അച്ചീവ് ചെയ്യാൻ കൂടെ നിൽക്കുകയാണ് വേണ്ടതെന്ന് എനിക്കും തോന്നി. ഞാനും ആദ്യം എടുക്കണ്ടെന്നൊക്കെ പറഞ്ഞ് കുറച്ച് പിന്നോട്ട് വലിച്ചു. പിന്നീട് എനിക്ക് തോന്നി പ്രായം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഇങ്ങനത്തെ ബൈക്കുകളൊന്നും ഓടിക്കാൻ പറ്റത്തില്ല. അപ്പം ഈ ഒരു പ്രായത്തിലേ പറ്റുള്ളൂ. അപ്പം അത് സഫലമാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിച്ചു. അങ്ങനെ ദേ സഫലമായി അനുവേണ്ട വലിയൊരാഗ്രഹം. എല്ലാവരും വണ്ടി എടുക്കണ്ട, ഓൾറെഡി ഒരെണ്ണം ഇല്ലേ, പിന്നെ ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ പലരും ചോദിച്ചപ്പോൾ ഭയങ്കര ഒരു വിഷമമായിരുന്നു മുഖത്ത് കണ്ടത്. അത് കണ്ടപ്പോൾ എനിക്കും ഭയങ്കര ഒരു വിഷമം തോന്നി. അതുകൊണ്ടാണ് പിന്നെ എന്ത് വന്നാലും ശരി നമ്മൾ എടുത്തേക്കാമെന്ന് വിചാരിച്ചു. വണ്ടിയൊക്കെ പൂജിച്ച് നമ്മൾ തിരിച്ച് വീട്ടിൽ പോവാണ്. ടാറ്റാ ടാറ്റ കൊടുത്ത ടാറ്റ ബൈ ബൈ.